ഇതിപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇപ്പം ഇവിടെ ഒരാൾ വന്നത്, ഇപ്പം നമ്മൾ പൂച്ച കയറി വന്നാൽ പോലും അറിയും എന്താ പൂച്ച എന്താ ഇവിടെ. ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്നത് കേട്ടോ, ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു പോയത്. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലൊരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. പോയി കണ്ട പിന്നെ തലയുറി, പേനിൻ്റെ അസുഖം, പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പം ഇരിക്കരുത് അയാൾ. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോന ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്ത് നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുകയാണ്. ഉദാഹരണമാണേ, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പോയോ, 7 മണിയായി. ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയൂ, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം കഴിയാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല, കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം അത് സത്യമല്ലയോ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞ ഒരു കമൻറ്റ് ഇന്നലെ എന്നോട് മണിക്കൂട്ടൻ പറഞ്ഞു, കമ്പനി ആക്ടിന് പ്രകാരമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷേ മന്നത്ത് ആചാര്യൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവേണ്ടത്. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു. വളരെ ശരിയാണ്. എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. മന്നത്ത് ആചാര്യനെ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ ജനങ്ങൾക്ക് കാണാൻ ലോകത്ത് എവിടെയുമുള്ള നായർ, വേറെ ഇത് മണ്ടത്തറയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡൽഹി നായരും ബോംബെ നായരും ഒന്നുമില്ല. മന്നത്ത് ആചാര്യൻ ഇത് രജിസ്റ്റർ ചെയ്ത ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് ഇന്ത്യൻ കമ്പനി ആക്ടേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്ത സാധനമാണ് അവിടെ കിടപ്പുണ്ടത്, രജിസ്റ്റർ ചെയ്തായിട്ട്. റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ ആക്ട് പ്രകാരം ഡൽഹിയിലുള്ള നായർക്ക് ഇതിനകത്ത് കാര്യമുണ്ട്.